ഹായ് ഹലോ എവരിവൺ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അഞ്ജു മുരളി. അപ്പൊ നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു, എല്ലാവരും അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ലാസ്റ്റ് ഡേറ്റിലേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാട്ടോ. ലാസ്റ്റ് ഡേറ്റ് ആകുമ്പോഴത്തേക്കും സൈറ്റ് ഹാങ് ആവാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. സോ അവസാന നിമിഷത്തേക്ക് എന്തിനാ വെക്കുന്നത്, ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്തോളൂ. അതുപോലെ RRB ഗ്രൂപ്പ് ഡിയുടെ പ്രിപ്പറേഷൻ ഒക്കെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാം, RRB ഗ്രൂപ്പ് ഡി എക്സാമിലേക്ക് വരുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് തന്നെയാണ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് സിംപ്ലിഫിക്കേഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായതാണ് 5.52 മൈനസ് ഇത് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മളിപ്പോഴും ഏതൊരു കോമ്പറ്റിറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ ബേസിക്കലി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. 1 തൊട്ട് 25 വരെയുള്ള നമ്പേഴ്സിന്റെ, 1 തൊട്ട് 30 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് പഠിച്ചു വെക്കുക. ഏതൊക്കെ? 1 തൊട്ട് 30 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ കാണാതെ പഠിച്ചു വെക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും, ടൈം സേവ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. 1 തൊട്ട് 30 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ, പിന്നെ 1 തൊട്ട് 12 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബ്. അപ്പൊ എന്താ പറയുന്നത്? 1 തൊട്ട് 30 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ, 1 തൊട്ട് 12 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബ്. ഇത് എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. ഇതിപ്പം ഗ്രൂപ്പ് ഡി എക്സാമിനെന്നല്ല, നിങ്ങൾ വേറെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് എന്തായാലും പഠിച്ചു വെക്കുക. ഇപ്പൊ ഇവിടെ നോക്ക്, 2.3യുടെ സ്ക്വയർ, പോയിന്റ് അവിടെ നിൽക്കട്ടെ, പോയിന്റ് മാറ്റി നിർത്തിയിട്ട് നോക്കിയ നമ്പർ ഏതാണ്? 23. 23യുടെ സ്ക്വയർ എന്താ? നമ്മൾ ഇവിടെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പോയിട്ടുണ്ടെന്ന്, 23 × 23 എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര ടൈമാ പോകുന്നത്? പക്ഷെ 23യുടെ സ്ക്വയർ എന്താ? 529. എത്ര പോയിന്റ് മാറ്റണം? 2.3 × 2.3 ആണ് അല്ലെ? 2.3 × 2.3. 23യുടെ സ്ക്വയർ 529 ആണ്. ഇവിടെ ഒരു പ്ലേസ്, ഇവിടെ ഒരു പ്ലേസ്, 2 പ്ലേസ് ഇൻ ടോട്ടൽ മാറ്റിയിട്ട് വേണം പോയിന്റ് കൊടുക്കാനായിട്ട്. സോ 2 പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ പോയിന്റ് കൊടുക്കുക, 5.29. അപ്പൊ എന്ത് വന്നു? 5.52 മൈനസ് 5.29 പ്ലസ് 0.8ന്റെ ക്യൂബ്. 8ന്റെ ക്യൂബ് എന്താ? 8ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 512 ആണ്. 512. അപ്പോ 512 എത്ര പ്ലേസ്? ഇവിടെ ഒരു പ്ലേസ്, അങ്ങനെ ക്യൂബ് ഉണ്ട്. അപ്പൊ എത്ര പ്ലേസ്? 3 പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറ്റണം. അപ്പൊ 0.512 ഇൻറ്റു 0.12 ഡിവൈഡഡ് ബൈ 0.4 raised to 4. 4 raised to 4 എന്താ? 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 × 16 256. എത്ര പ്ലേസ്? ഇവിടെ ഒരു പ്ലേസ്, റേസ് ടു 4 ആയതുകൊണ്ട് 4 പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറ്റണം. ഇവിടെ 3 നമ്പേഴ്സേ ഉള്ളൂ, അതുകൊണ്ട് ഒരു 0 കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പോയിന്റ് കൊടുത്തു. 0.0256 മൈനസ് 3.14. ഓക്കെ, അപ്പൊ ഇതിൽ ഏത് ഓപ്പറേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ബോഡ്മാസ് റൂൾ. ബ്രാക്കറ്റ്സ്, ഓർഡർ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ബ്രാക്കറ്റ്സ് ആദ്യം ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ്സ് ആദ്യം ചെയ്യണം. ദെൻ ഓർഡർ എന്ന് പറയുമ്പോൾ പവർ ഒക്കെയാണ്. ദെൻ ഡി ഡിവിഷൻ, എം മൾട്ടിപ്ലിക്കേഷൻ, എ അഡിഷൻ, എസ് സബ്ട്രാക്ഷൻ. ഈ ഓർഡറിൽ വേണം നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ എന്താ വന്നിട്ടുള്ളത്? അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ഏതായിരിക്കും ആദ്യം ചെയ്യേണ്ടത്? ഡിവിഷൻ ആണ്. അപ്പൊ ഏതാ ഫസ്റ്റ് ചെയ്യേണ്ടത്? 0.12 ഇൻറ്റു 0.0256. 0.12 ഡിവൈഡഡ് ബൈ 0.0256. ഇത് എങ്ങനെയാ ഈസിലി ചെയ്യാന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഇവിടെ നമ്പർ മാത്രം എഴുതുക, 12 ഡിവൈഡഡ് ബൈ എത്ര പ്ലേസ് മാറ്റിയിട്ടുണ്ട്? 2 പ്ലേസ് മാറ്റിയിട്ടുണ്ട്. അപ്പൊ താഴെ ഒരു 2 0 ഉള്ള നമ്പർ ഇട്ട് കൊടുക്കുക, 100. ഓക്കെ, ഇൻറ്റു ഇവിടെ പോയിന്റ് ഒന്നുമില്ലാതെ 256 എന്ന് എടുത്തെഴുതി. എത്ര പ്ലേസ് മാറ്റിയിട്ടാണ് പോയിന്റ് കൊടുത്തിട്ടുള്ളത്? 1 2 3 4. 4 പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറ്റിയിട്ടാണ് പോയിന്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ 4 0 ഉള്ള നമ്പർ ന്യൂമറേറ്ററിൽ എഴുതുക. ഓക്കെ, അപ്പൊ ഇവിടെ 2 0 കട്ടാവും. 12ഉം 256 കൂടെ കട്ട് ചെയ്താൽ 2 × 12 24. 2 × 12 24. അത് കട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് 3 വെച്ചിട്ട് കട്ട് ചെയ്യാം. 2 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 6. ഇവിടെ എന്ത് വരും? 128. Then again 2 വെച്ചിട്ട് കട്ട് ചെയ്താൽ 3, 64. ഇപ്പൊ 300/64 എന്ന് വന്നു. ഇവിടെ again ഒരു 4 വെച്ചിട്ട് കട്ട് ചെയ്യാം, അപ്പൊ 25 എന്ന് വന്നു. ഇവിടെ 4 വെച്ചിട്ട് കട്ട് ചെയ്താൽ
16 വരും. ഇപ്പൊ എന്താണ് 3 into 25/16 75/16 എന്ന് വന്നു. 75/16. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ എന്താണ് വന്നത് 5. ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. 5.52 മൈനസ് 5.29 പ്ലസ് 0.512 ഇൻറ്റു 75/16. നെക്സ്റ്റ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഈ 0.512നെ ഞാൻ 512/3 പ്ലേസ് ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 1000 എന്ന് കൊടുത്തു. ഇൻറ്റു 75/16 മൈനസ് 3.14. അപ്പൊ അടുത്തത് ഇതാണ് ചെയ്യേണ്ടത് അല്ലെ, ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ 16ഉം 512ഉം കൂടെ ഇതിനെ ഞാൻ ഒരു 4 വെച്ചിട്ട് കട്ട് ചെയ്യണം. അപ്പൊ 4 വരും. ഇതിനെ 4 വെച്ചിട്ട് കട്ട് ചെയ്താൽ 1 into 4 4, 11, 2 into 4 8, 128 എന്ന് വരും. അഗെയിൻ 4 വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പൊ 32 എന്ന് വരും. ഇനി 25 വെച്ചിട്ട് കട്ട് ചെയ്താൽ 3, ഇവിടെ 40, ഇവിടെ അഗെയിൻ 4 വെച്ചിട്ട് കട്ട് ചെയ്താൽ 8, ഇവിടെ 10. പിന്നെ അഗെയിൻ 2 വെച്ചിട്ട് കട്ട് ചെയ്യാം. 4, 5. അപ്പൊ 12/5 എന്ന് വന്നു. 12/5. 12/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 12/5 2.4 ആണ്. 2.4 ആണ് 12/5 എന്ന് പറയുന്നത്. അപ്പൊ മൊത്തത്തിൽ എന്ത് വന്നു? 5.52 മൈനസ് 5.29 പ്ലസ് 2.4 മൈനസ് 3.14. ഓക്കെ, ഇനി നേരെ ചെയ്താലും കുഴപ്പമില്ല, അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല. 5.52 മൈനസ് 5.29, 5.52 മൈനസ് 5.29, 12 മൈനസ് 9 3, 4 minus 2 2, 0.23 plus 2.4. 2.4 എന്ത് വരും? 2.63 minus 3.14. അപ്പൊ എന്തായാലും നെഗറ്റീവ് വാല്യൂ ആ വരുന്നത് ചെറുതിന്ന് വലുത് കുറയ്ക്കുമ്പോൾ. അപ്പൊ നമുക്ക് നേരെ തിരിച്ചെടുത്തൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. 3.14 മൈനസ് 2.63, 1, 5, 0, 0.51. ചെറുതിന്ന് വലുത് കുറച്ചുകൊണ്ട് ഒരു മൈനസ്, മൈനസ് 0.51. ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇത്രയൊക്കെ കാൽക്കുലേഷൻസ് വന്നത്. നിങ്ങൾ കുറെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു 1 സ്റ്റെപ്പിൽ തന്നെ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ ആ ബോർഡ് മാസ് റൂളും ഡിവിഷൻ ആദ്യം എടുക്കണമെന്നും ഇതെല്ലാം ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ തന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഒരു കാൽക്കുലേഷൻസ് വന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ്? 2.09 ഡിവൈഡഡ് ബൈ 0.000209. അപ്പൊ ഫസ്റ്റ് എന്ന് ഞാൻ എഴുതുമ്പോ ഈ 2.09 നമ്പർ മാത്രം എഴുതണം. അപ്പൊ 209 ഡിവൈഡഡ് ബൈ എത്ര പ്ലേസ് ഉണ്ട്? 2 പ്ലേസ് മാറ്റിയിട്ട് ആ പോയിന്റ് കൊടുത്തേക്കുന്നത്. സോ 2 0 ഉള്ള നമ്പർ താഴെ എഴുതി. ഇൻറ്റു താഴെ എന്താ വരുന്നത്? അഗെയിൻ 209 ആണ്, 0 ഇല്ലാണ്ട് എഴുതി കഴിഞ്ഞാൽ എത്ര പ്ലേസ് മാറ്റിയിട്ടാണ് പോയിന്റ് കൊടുത്തിട്ടുള്ളത്? 1 2 3 4 5 6, 6 0 ഉള്ള നമ്പർ മേലെ നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടുന്ന് 2 0, ഇവിടുന്ന് 2 0 കട്ടാവും. 209 209 കട്ടാവും. ബാക്കി എന്തുണ്ട്? 10,000. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. കണ്ടോ? അപ്പൊ ഇങ്ങനെ നമുക്ക് ഈസിലി ആൻസറിലേക്ക് എത്താം. ഈ പോയിന്റ് വരുമ്പോൾ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ 0 ആഡ് ചെയ്ത് അപ്പൊ തന്നെ എഴുതിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് പോയാൽ മതി. ഓക്കെ, അടുത്തത് 0.098. ഇതെല്ലാം അഡീഷനാണ്, അപ്പൊ ഒരു കൺഫ്യൂഷൻ ഇല്ല. 0.098, പിന്നെ 0.98, അടുത്തത് 9.8. ഇത് ഓരോന്നും ആഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട, ഒറ്റയടിക്ക് തന്നെ എഴുതി പോവാ. ദെൻ 98. 0.0 എന്നിട്ടാലും കുഴപ്പമില്ല. ഇനി കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി 98 എന്നോ 98.0 എങ്ങനെയായാലും പ്രശ്നമില്ല. ആഡ് ചെയ്യാ 8, 9 8 17, 7 ശിഷ്ട 1, 9 1 10 8 18, 8 ശിഷ്ട 1, 9 1 10 8 18, 8 ശിഷ്ട 1, 9 1 10. 108.878. ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, fill in the blank. ഇത് തന്നെയാണ്, fill in the blanks with the most appropriate option. സിംപ്ലിഫിക്കേഷനിലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. 395 മൈനസ്, ഇവിടെ മൈനസ് ആയതുകൊണ്ട് നമുക്ക് ഓരോന്നോരോന്ന് ചെയ്തു പോവാം. ഞാൻ ഇവിടെ 395.0 എന്ന് കൊടുത്തു. മൈനസ് 39.5, അതൊന്ന് കണ്ടുപിടിക്കാം. ഇവിടെ എന്താവും? 10 ആവും അല്ലെ? 10 ആവും. ഇവിടെ 4 ആവും. 10 മൈനസ് 5 5. 4ൽ നിന്ന് 9 പോവാത്തതുകൊണ്ട് 1 കടമെടുത്തു. ഇവിടെ 8. 14 മൈനസ് 9 ഈസ് 5. 8 മൈനസ് 3 ഈസ് 5. 3. അടുത്ത എന്താണ്? മൈനസ് 3.95. ഇവിടെ ഒരു 0 കൊടുത്തു. 0 കട്ട് ചെയ്ത് 10 ആക്കി. ഇവിടെ 4 ആക്കി. 10 മൈനസ് 5 5.
4ൽ നിന്ന് 9 പോവാത്തോണ്ട് 1 എടുത്തു, ഇവിടെ 4 ആയി. 14 മൈനസ് 9 5 പോയിന്റ് 4 മൈനസ് 3 1 5 3 351.55. അടുത്ത എന്താണ്? മൈനസ് 0.395 മൈനസ് 0.395. ഇവിടെ മുകളിലില്ലാത്തതുകൊണ്ട് 0 ഇട്ട് കൊടുത്തു. 0ൽ നിന്ന് 5 പോയില്ല, 1 എടുത്തപ്പോൾ 10 ആയി, ഇവിടെ 4 ആയി. 10 മൈനസ് 5 5. 4ൽ നിന്ന് 9 പോവില്ല, ഇവിടെ നിന്ന് ഒരു 1 എടുത്തു, അപ്പൊ 14 ആയി, ഇവിടെ 4 ആയി. 14 മൈനസ് 9 5. 4 മൈനസ് 3 1 പോയിന്റ് 1ൽ നിന്ന് 0 പോയിട്ടുണ്ടെങ്കിൽ 1 5 3 351.155. ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6 kg 5 gram. 6 kg 5 gram. നമുക്ക് ആൻസർ എന്തിലാ തന്നേക്കുന്നത്? എല്ലാ ഓപ്ഷനും കിലോഗ്രാമിലാ തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഗ്രാമിനെ മാറ്റിയിട്ട് എന്താക്കണം? ഗ്രാമിനെ മാറ്റിയിട്ട് കിലോഗ്രാം ആക്കണം. നമുക്ക് തന്നേക്കുന്നത് എന്താണ്? 6 kg 5 gram എന്നാണ് തന്നേക്കുന്നത്. 6 kg 5 gram എന്ന് തരുമ്പോ നമുക്ക് അതിനെ 6 kg പ്ലസ് 5 gram എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 1000 gram ആണ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 gram ആണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഈ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെ? അപ്പോ നമ്മൾ എപ്പോഴും ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരത്തെ ഡിവൈഡ് ചെയ്യണം, വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരത്തെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതെങ്ങനെ ഓർത്തിരിക്കാം? പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്ന ഒരു സംഗതിയാണ്. ഈ ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റ് ആക്കാൻ നേരത്തെ പലരും മൾട്ടിപ്ലൈ ചെയ്ത് വെക്കും, പക്ഷെ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചിന്തിച്ചു നോക്കുക, ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റ് ആക്കണം, ചെറുതിനെ വലിയ യൂണിറ്റ് ആക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പാടല്ലേ? അപ്പൊ നമ്മൾ അവിടെ ഡിവിഷൻ ചെയ്യാം. ഓക്കെ, വലിയ യൂണിറ്റിനെ ചെറുതാക്കാനാണെങ്കിൽ കട്ട് ചെയ്ത് നമുക്ക് ചെറുതാക്കാം. സോ അത് ഈസിയാണ് കുറച്ചും കൂടെ, അതുകൊണ്ട് അവിടെ മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെ ഏതെങ്കിലും ഒരു ട്രിക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. ആ ഒരു രീതിയിൽ ഇത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കണം. ഗ്രാമിലെ കിലോഗ്രാമിലേക്ക് ആക്കണമെന്ന് പറയുമ്പോൾ ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റ് ആക്കണം. ചെറുതിനെ വലുതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടല്ലേ? സോ ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഏത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം? ഇവിടെ 1000 gram ആണ്, അത് വെച്ചിട്ട് 1000 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ 5 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 5 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കാൻ 5 ഡിവൈഡഡ് ബൈ 1000 അത്രയും kg ആണ്. അപ്പൊ കട്ട് ചെയ്താൽ 1, ഇവിടെ കട്ട് ചെയ്താൽ 200, 1/200 kg. അപ്പൊ 6 പ്ലസ് 1/200 kg എന്ന് വന്നു. 1/200 ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ എന്ത് വരും? 1/200. 1ൽ 200 ഇല്ലാത്തത് കൊണ്ട് ഒരു 0 ആഡ് ചെയ്തു, ഇവിടെ ഒരു 0 പോയിന്റ് കൊടുത്തു. അഗെയിൻ ഒരു 0 ആഡ് ചെയ്തു, ഇവിടെ ഒരു 0 കൊടുത്തു. 100ലും 200 ഇല്ല, അപ്പൊ അഗെയിൻ ഒരു 0 ആഡ് ചെയ്ത് കൊടുത്തു. അതിൽ 200 എത്ര ടൈംസ് ഉണ്ട്? 5 ടൈംസ് ഉണ്ട്. 0.05. ഓക്കെ, അപ്പൊ നമുക്ക് 5 gram 1/200 kg എന്ന് കിട്ടി. 5 gram 1/200 kg എന്ന് കിട്ടി. പക്ഷെ ഇവിടെ എല്ലാം ഡെസിമലാ തന്നേക്കുന്നത്. അതുകൊണ്ട് ഈ 1/200 എന്നുള്ള ഫ്രാക്ഷനെ, ഭിന്നസംഖ്യനെ നമ്മൾ ഡെസിമലിലേക്ക്, ദശാംശ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 1/200 നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1 ഡിവൈഡഡ് ബൈ 200. 1ൽ 200 ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു 0 ആഡ് ചെയ്തു, ഇവിടെ ഒരു 0 പോയിന്റ് കൊടുത്തു. 10ലും 200 ഇല്ലാത്തതുകൊണ്ട് ഒരു 0 കൂടെ കൊടുത്തു, ഇവിടെയും ആ 0 കൊടുത്തു. 100ലും 200 ഇല്ല അല്ലെ, അപ്പൊ എഗെയിൻ ഒരു 0 കൊടുത്തു, ഇവിടെയും ഒരു 0 കൊടുത്തു. 1000ൽ 200 എത്ര ടൈംസ് ഉണ്ട്? 5 ടൈംസ് ഉണ്ട്. 5 ടൈംസ് 200 1000 ആണ്. റിമൈൻഡർ 0. 0.005 എന്ന് കിട്ടും. സോ 5 gram എന്ന് വെച്ചാൽ എത്ര കിലോ ആണ്? 0.005 kg ആണ്. 0.005 kg. അപ്പൊ 6 പ്ലസ് 0.005 എന്ത് കിട്ടും? 6.005 kg എന്ന് കിട്ടും. 6.005 kg. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്തത്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 529 ഡിവൈഡഡ് ബൈ 23 ഇൻറ്റു 61 മൈനസ് 1403. അപ്പൊ ഇവിടെ ഏതാണ്? ഡിവിഷൻ ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. 529 by 13, 23യുടെ സ്ക്വയർ ആണ് എന്ത്? 529 എന്ന് പറയുന്നത്. സോ 529 by 23 എന്ത് കിട്ടും? 23. ബാക്കി എന്താ? ഇൻറ്റു 61 മൈനസ് 1403. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ. 23 ഇൻറ്റു 61 മൾട്ടിപ്ലൈ ചെയ്യാം. 61 23. 1 ഇൻറ്റു 3 3. ഇത് ക്രോസ് ആയിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഇതെങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുക? 3 ഇൻറ്റു 6 18. 18 പ്ലസ് 1 ഇൻറ്റു 2 2. 18 plus 2 20. 0. Remainder 2. 2 into 6 12. 12 plus 2
14 1403. ഫസ്റ്റ് ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു, ദെൻ ഈ രണ്ട് നമ്പറും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു, അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു, ദെൻ ഈ രണ്ട് നമ്പറും മൾട്ടിപ്ലൈ ചെയ്തു. 1403. ഇവിടെ എന്താണ്? മൈനസ് 1403. ആൻസർ എന്താണ്? 0. 0 ഓപ്ഷൻ എ. അടുത്ത ചോദ്യം 63 -3 ഇൻറ്റു, ഇവിടെ ബ്രാക്കറ്റ് കിടക്കുന്നത് നമുക്ക് ആദ്യം സോൾവ് ചെയ്യാം. -2 -8 -4. ബോഡ്മാസ് റൂൾ അനുസരിച്ചിട്ട് ബ്രാക്കറ്റ്സ് ആണ് ആദ്യം സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ -2 -8 -4. വാട്ട് ഈസ് -2 -8? -10. -10 -4 -14 ഡിവൈഡഡ് ബൈ 3 ഓഫ്. പിന്നെ ഈ ബോഡ്മാസില് ബ്രാക്കറ്റ്സ്, ഈ ഓ എന്ന് പറയാൻ ഞാൻ പറഞ്ഞു ഓർഡർ, പവർ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ വരുന്നതാണ് ഓഫ്. ഓർഡർ, ഓഫ് ഇതെല്ലാം വരുന്നതാണ് ഈ ഓ ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ ഓഫ് എന്ന് കൊടുത്തേക്കുന്നത് അതാണ്. ഓക്കെ, ബ്രാക്കറ്റിന്റെ അകത്ത് എന്തൊക്കെ വന്നിട്ടുണ്ട്? 5 പ്ലസ് -2 ഇൻറ്റു -1. ബ്രാക്കറ്റിന്റെ അകത്ത് തന്നെ പ്ലസും വന്നിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷനും വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഏത് ഓപ്പറേഷൻ ആദ്യം ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം. 5 പ്ലസ് -2 ഇൻറ്റു -1 ഈസ് 2. ഓക്കെ, ഇനിയും ബ്രാക്കറ്റ്സ് ഉണ്ടല്ലേ, അത് സോൾവ് ചെയ്യാം. 63 -3 ഇൻറ്റു -14 എന്ത് വരും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. 3 ഇൻറ്റു 14 എന്ത് വരും? 42 ഡിവൈഡഡ് ബൈ 3 ഓഫ് 5 പ്ലസ് 2 ഈസ് 7. അടുത്തത് ഈ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുമ്പോൾ എന്ത് വരും? 63 -42 ഡിവൈഡഡ് ബൈ 3 ഓഫ് 7 എന്ന് പറഞ്ഞാൽ 21. ഇനി മൈനസും ഡിവിഷനും വരുമ്പോൾ ഏതാദ്യം ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. വാട്ട് ഈസ് 42 by 21? 2 അല്ലേ? 63 -2 ആൻസർ ഈസ് 61. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, if t equal to 93 plus 5 what will be the value of t? Again simplification തന്നെയാണ്. ബ്രാക്കറ്റ്സ് ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് ആദ്യം സോൾവ് ചെയ്യുക. What is 93 plus 15? 108 divided by 3 into 4 12 minus 24 plus 8. ഇനി ഡിവിഷൻ ആദ്യം ചെയ്യണം. 108 by 12 എന്താണ്? 9 minus 24 plus 8. What is 9 minus 24? minus 15 plus 8 minus 7. ഓപ്ഷൻ ബി. അടുത്തത് 56 divided by 1/3 open bracket 15 plus 12 minus, ഇവിടെ നോക്കാം 9 plus 6 minus 5 plus 7 ഒരു ബാർ കൊടുത്തിട്ടുണ്ട്. What do you mean by this bar? ഇതെന്ന് വെച്ചാൽ ഒരു ബ്രാക്കറ്റിന്റെ അകത്ത് ഇത് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഓപ്പറേഷൻ ഷുഡ് ബി ഡൺ ഫസ്റ്റ്. നമ്മൾ ഫസ്റ്റ് ആ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ളതാണ്. അതേതാണ്? 5 plus 7. 5 plus 7ന്റെ മേലെയാണ് ആ ബാർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 5 plus 7 എന്നുള്ള ഓപ്പറേഷൻ ആയിരിക്കണം ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്ത് വരും? ബാക്കിയെല്ലാം അങ്ങനെ തന്നെ. 56 divided by 1/3 into 15 plus 12 minus 9 plus 6 minus 5 plus 7 is 12. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത എന്താണ്? 56 divided by 1/3. ഇവിടെ ഒരു വലിയ ബ്രാക്കറ്റ് ഉണ്ട്, അതിന്റെ അകത്ത് ഒരു ചെറിയ ബ്രാക്കറ്റ് ഉണ്ട്. ഈ ഉള്ളിലുള്ള ബ്രാക്കറ്റ് ആദ്യം സോൾവ് ചെയ്യാം. അപ്പൊ എന്ത് വരും? ഇൻറ്റു 15 plus 12 minus 9 plus 6 15. 15 minus 12 3. ഓക്കെ, ഇനി ഈ ബ്രാക്കറ്റ് സോൾവ് ചെയ്യാം. 15 plus 12 27. 27 minus 3 24. അപ്പൊ 56 divided by 1/3 into 24. ഇനി ഡിവിഷൻ ചെയ്യാം. 56 divided by 1/3 എന്താവും? ഞാൻ ഡിവിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്കി കഴിഞ്ഞാൽ ഇൻറ്റു 3 divided by 1 എന്ന് വരും, ഇൻറ്റു 24. ഓക്കെ, ഇനി ബ്രാക്കറ്റിന്റെ അകത്ത് കിടക്കുന്നത് നമുക്ക് ഫസ്റ്റ് സോൾവ് ചെയ്യാം. ബ്രാക്കറ്റിന്റെ അകത്ത് എന്താ ഉള്ളത്? 15 plus 12 minus 3. വാട്ട് ഈസ് 15 plus 12? 27. 27 minus 3 is 24. ഇതിന്റെ ആൻസർ എന്തെന്ന് കിട്ടും? 24. അപ്പൊ 56 divided by 1/3 ബ്രാക്കറ്റിൽ എന്താ? 24. അപ്പൊ 1/3 ഈ ബ്രാക്കറ്റ് മീൻസ് ഇൻറ്റു 1/3 ഇൻറ്റു 24 എന്ത് വരും? 3 24 കട്ട് ചെയ്താ 8 എന്ന് വരും. That is 56 divided by 8. ആൻസർ എന്താണ്? 7 ആണ്. 7 ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യത്തിൽ കുറെ ബ്രാക്കറ്റ്സ് വരുന്നുണ്ട്. ഇന്നർ ബ്രാക്കറ്റ് ഫസ്റ്റ് സോൾവ്. ഏതാണ് ഏറ്റവും അകത്ത് വരുന്നത്? ഇതാണ്. വാട്ട് ഈസ് 2 minus 3? -1. ഇപ്പൊ ഇതിന്റെ അകത്ത് എന്ത് വന്നു? 2 minus 3 is -1. അപ്പൊ ഇതിന്റെ അകത്ത് ഇത്രയും എന്തായി? 5 minus 1 4 ആയി. 4.
ഇനി എന്താ ഉള്ളത് ഈ ബ്രാക്കറ്റിന്റെ അകത്ത്? ഇന്നർ ബ്രാക്കറ്റ് മാത്രം എടുത്ത് നോക്കുക. 2 1/3 മൈനസ് 4 പ്ലസ് 2 1/3 മൈനസ് 4 ഇത്രയാണ് ഉള്ളിലുള്ള ബ്രാക്കറ്റിൽ ഉള്ളത് അല്ലെ? ഓക്കെ, അതിന്റെ അകത്ത് ഇത് നമുക്ക് സോൾവ് ചെയ്യാം. മിക്സഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക. 2 × 3 6, 6 + 1 7 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 3 മൈനസ് 4 എന്ത് വരും? 7 - 12 ഡിവൈഡഡ് ബൈ 3. വാട്ട് ഈസ് 7 - 12? -5 ഡിവൈഡഡ് ബൈ 3. അപ്പൊ ഇതെന്താണ്? -5 ഡിവൈഡഡ് ബൈ 3. സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്ത് വന്നു? -5 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 3.5. ഇതെന്താവും? -5/3 പ്ലസ് 3 × 2 6, 6 + 1 7 ഡിവൈഡഡ് ബൈ 2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? -5 × 2 -10 പ്ലസ് 3 × 7 21 divided by 3 × 2 6. 21 minus 10 is 11. 11/6. Answer is option C. ഓക്കെ, അപ്പോൾ സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസിലി സോൾവ് ചെയ്യണമെങ്കിൽ കുറെ അധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക, അതുപോലെ ഡെയിലി കാൽക്കുലേഷൻസ് ചെയ്ത് നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടിയാൽ വളരെ സിംപ്ലിഫിക്കേഷനിലെ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതുപോലെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഇഷ്യൂ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ എല്ലാവർക്കും അറിയാം. കാൽക്കുലേഷൻ സ്പീഡിലാണ് ഡിഫറൻസ് വരിക. സോ നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് കൂടണമെങ്കിൽ ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമ്മൾ CC-യില് RRB ഗ്രൂപ്പ് ഡിയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡെയിലി ടോപ്പിക് ബേസ് എക്സാമും PDF നോട്ട്സും വീക്ക്ലി എക്സാമും എല്ലാം ഉണ്ടാവും. ഡെയിലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ എല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേഷൻ സ്പീഡൊക്കെ കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ മോക്ക് എക്സാമും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് ആയിരിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂടെ ഒരു മെന്ററും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് മെന്റർ നിങ്ങളെ പുഷ് ചെയ്യും പഠിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള ഒരു ചിന്ത വരും. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട്. താങ്ക് യു.